നമ്മുടെ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗെയിം കളിച്ചത് ഓർമ്മയില്ലേ? നമ്മളൊരു സ്റ്റോറി വായിച്ചിട്ട് ആ സ്റ്റോറിയിലുള്ള ഒരു വാക്ക് നിങ്ങൾ എത്ര തവണ വന്നു എന്നുള്ളത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ രണ്ടാമത്തെ സ്റ്റോറി വായിക്കാൻ പോവാണ് കേട്ടോ. ദ സിക്ക് ലയൺ. ഇതാണ് സ്റ്റോറീൻ്റെ പേര്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സ്റ്റോറിക്കകത്ത് ലയൺ എന്ന് പറയുന്ന വാക്ക്, LION, ലയൺ, സിംഹം എന്ന് പറയുന്ന വാക്ക് എത്ര തവണ പറയുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധിച്ച് കേട്ടിട്ട് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. എന്തിനാണ് ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾ ഇംഗ്ലീഷിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷ് ക്യാച്ച് ചെയ്യാനും മനസ്സിലാക്കാനും നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പോയി കണ്ട് നോക്കുക. തൽക്കാലം നമുക്ക് സ്റ്റോറിലേക്ക് കിടക്കാം. ദ സിക്ക് ലയൺ. ഒരു പാനിങ് പേപ്പർ എടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓപ്ഷനിൽ കണ്ടെത്തിക്കോ. അപ്പോൾ പാനിങ് പേപ്പർ എടുത്ത ആളുകൾ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കട്ടോ. ദ സിക്ക് ലയൺ. ഈ പേരിലുള്ള ലയൻ്റെ നോക്കണ്ട, സ്റ്റോറി തുടങ്ങുന്നതോട്ട് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. Once an evil lion fell ill and it seemed that he would die. The lion became helpless as he couldn't move. When the animals saw him on the point of death, they thought, "Cruel lion, now is the time to pay off old grudges." മനസ്സിലായോ? The elephant attacked him with his tusk and the bull hit him with his thorns. The lion didn't move. So the donkey, feeling safe, kicked the lion's face. The lion cried out in pain. This is double death. Moral: if you want to get respect, give respect. ഈ സ്റ്റോറിയിൽ എത്ര തവണ ലയൺ എന്ന് പറയുന്ന വാക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. എത്ര പേര് ഇതിനെ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറിയിൽ ലയൺ എന്ന് പറയുന്ന വാക്ക് എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളത് കമൻറ്റിൽ മെൻഷൻ ചെയ്യാം.